കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രഭാതവചന ധ്യാനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. കർത്താവിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ചിട്ടും ദൈവികമായ ദർശനങ്ങൾ ലഭിച്ചിട്ടും ദൈവവചനം ധാരാളം കേട്ടിട്ടും ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് ആ വ്യക്തിക്ക് പറയുവാൻ കഴിയുമോ? നാം ഇന്ന് ചിന്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടതായ ഒരു വേദഭാഗമാണ്. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ പ്രവാചകനായ യെശയ്യാവ് ഒരു ദർശനം കണ്ടു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ളതായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായ ദർശനം. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകളെല്ലാം മന്ദിരത്തെ നിറച്ചിരിക്കുന്നതായ കാഴ്ച. സ്വർഗീയ മാലാഖമാരായ സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. ആ സാറാഫുകളിൽ ഓരോരുത്തന് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് അവർ മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് അവർ പറന്നു നിന്ന്, 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദം മൂടിക്കൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ യെശയ്യാവ് ആ ദർശനം കണ്ട മാത്രയിൽ, പരിശുദ്ധനെ കണ്ട മാത്രയിൽ, സർവശക്തിയുള്ള കർത്താവിനെ കണ്ട മാത്രയിൽ തൻ്റെ അപര്യാപ്തത, തൻ്റെ അശുദ്ധി തനിക്ക് ബോധ്യമാകുകയാണ്. തൻ്റെ ചിന്താഗതികളിലെ അശുദ്ധികൾ, തൻ്റെ വാക്കുകളിൽ വന്നു ചേരുന്നതായ അശുദ്ധിയുടെ അനുഭവങ്ങൾ, തൻ്റെ പ്രവർത്തികൾ കൊണ്ട് താൻ ചെയ്തു കൂട്ടുന്നതായ കാര്യങ്ങളൊക്കെ പ്രവാചകൻ വിലയിരുത്തുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശബ്ദം നാം ശ്രദ്ധിച്ചിട്ട് എത്രയോ നാളുകളായി. എത്രയോ പ്രാവശ്യം ആ ശബ്ദം നമ്മെ ഉണർത്തി. എത്രയോ ദർശനങ്ങൾ കർത്താവ് നമുക്ക് തന്നു. എത്രയോ വെളിപ്പാടുകൾ കണ്ടെന്ന് നമുക്ക് അവകാശപ്പെടുവാനുണ്ട്. എന്നാൽ ഇവയെല്ലാം ഉണ്ടായിട്ടും, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും, അനേക കാര്യങ്ങൾ, ആത്മീക കാര്യങ്ങൾ മുന്നിൽ നിന്നിട്ടും, പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ മഹത്വകരമായ കാഴ്ച കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രവാചകൻ ഇപ്പോഴും പ്രവചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴും അശുദ്ധി തന്നിൽ നിൽക്കുന്നു. ആ അശുദ്ധിയുടെ അനുഭവങ്ങൾ താൻ തിരിച്ചറിഞ്ഞത് അതേ കർത്താവിൻ ദർശനം കണ്ടപ്പോഴാണ്. പരിശുദ്ധനെ കണ്ടപ്പോൾ അശുദ്ധി തിരിച്ചറിഞ്ഞു. താനത് ഏറ്റുപറയുകയാണ്. പലപ്പോഴും ജീവിതത്തിലുള്ളതായ അശുദ്ധികൾ മനസ്സിലാക്കിയിട്ടും ഏറ്റുപറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നതായ ശുശ്രൂഷകളും പ്രവൃത്തികളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായി അനേകരെ കാണുവാൻ സാധിക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അതെ, ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ അശുദ്ധിയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റണമേ. പരിശുദ്ധനെ ആരാധിപ്പാൻ ആവശ്യമായ ആത്മീക യോഗ്യത അശുദ്ധി മാറിപ്പോകുക എന്നുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജനത്തെ ഈ പ്രഭാതത്തിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ അവർ ഏർപ്പെടുന്ന സകല കാര്യങ്ങളിലും അവർ അനുഗ്രഹീതരാകട്ടെ. അതിനേക്കാൾ ഉപരിയായി അതെ, ഞങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധികൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായ വിശുദ്ധി പ്രാപിച്ച് പരിശുദ്ധനെ ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവിടയാക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.